നമസ്കാരം. ലോകകപ്പ് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കയറുകയാണ്. ഇന്ന് കാനഡയും മൊറോക്കോയും മുഖാമുഖം എത്തുന്നതോടുകൂടി പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനും കിക്ക് ഓഫ് ആവുകയാണ്. രാത്രിയാണ് 2:30 ഫ്രാൻസ് പാരഗ്വേ മത്സരം. അങ്ങനെ ഫുൾ ഗിയറിലേക്ക് ലോകകപ്പ് മാറുമ്പോൾ കൂടുതൽ ടീമുകൾ പുറത്തേക്കുള്ള വഴിയിലേക്ക് മാറും എന്നുള്ളതാണ് ദുഃഖകരം. എന്താണെങ്കിലും നമുക്ക് വിശദമായി നോക്കാം. സ്വാഗതം ഫുഡ് കോർട്ടിൽ. ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ പോരിൽ ഫ്രാൻസ് ഇന്ന് ഉറുഗ്വേയെ നേരിടാൻ പോവുകയാണ്. ഫിലഡൽഫിയയിലെ ഉയർന്ന താപനില അത് ഫ്രഞ്ച് ടീമിന് വലിയൊരു പ്രശ്നമായിരിക്കും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. കിരീടപ്പോര് മുറുകുമ്പോൾ സാധ്യതാ ലിസ്റ്റിലെ ഒന്നാമന്മാരാണ് ഫ്രാൻസ്. പ്രീ ക്വാർട്ടർ പോരിന് പാരഗ്വേക്കെതിരെ പന്ത് തട്ടാനിറങ്ങുന്ന ഫ്രഞ്ച് പടയ്ക്ക് എതിരാളികൾ രണ്ടാണ്, പാരഗ്വേയും ഒപ്പം ഫിലഡൽഫിയയിലെ ചൂടും. 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ സമയം 5 മണിക്കാണ് കിക്ക് ഓഫെങ്കിലും ഏറ്റവും ഉഷ്ണം രേഖപ്പെടുത്താൻ സാധ്യത 4 മണിയോടുകൂടിയാണ്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദെഷാംസ് പറയുന്നത് ഫ്രാൻസിന് മാത്രമല്ല പാരഗ്വേയും ഈ ചൂട് വലയ്ക്കുമെന്നാണ്. തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിക്കുന്ന ഫ്രാൻസിന് ഏതു വിധേനയും പ്രതിസന്ധികൾ മറികടന്നേ മതിയാകൂ. അപാര ഫോമിലാണ് ഫ്രഞ്ച് പട. 13 ഗോളടിച്ച് 4 കളികളിലും ആധികാരിക ജയം. ഫ്രാൻസ് കിരീടം നേടിയ 1998 ലോകകപ്പിലും പ്രീ ക്വാർട്ടറിൽ പാരഗ്വേ ആയിരുന്നു എതിരാളികൾ. അന്ന് ലോറൻ ബ്ലാങ്കിന്റെ ഗോളിൽ ഫ്രാൻസ് ജയിച്ചു. ലോക കിരീടം അന്നുയർത്തിയ ക്യാപ്റ്റൻ ദെഷാംസ് ആണ് ഇപ്പോൾ പരിശീലകൻ. 6 ഗോളുകളുമായി എംബപ്പയും 4 ഗോളുകളുമായി ഡെംബലെയും തകർപ്പൻ ഫോമിലാണ്. ബ്രാഡ്ലി ബാർക്കോളയും ഒലീസയും കളം നിറയുന്നതോടെ ആശങ്കകളില്ല ഫ്രാൻസിന്. പാരഗ്വേ ആകട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 3ാം സ്ഥാനക്കാരായിരുന്നു. എന്നാൽ റൗണ്ട് ഓഫ് 32-ൽ ജർമ്മനിയെ ഷൂട്ടൌട്ടിൽ തകർത്താണ് വരവ്. ഗുസ്താവോ അൽഫാരോയുടെ കീഴിൽ മികച്ച പ്രതിരോധമാണ് പാരഗ്വേക്ക്. ജൂലിയോ എൻസിസോയും മിഗ്വൽ അൽമിറോണുമാണ് ടീമിലെ പ്രധാനികൾ. ഫിലഡൽഫിയയിലെ മത്സര ചൂടിനൊപ്പം താപനിലയും ഉയരുമ്പോൾ ഫ്രാൻസ് വാടുമോ എന്നത് മാത്രമാണ് ആരാധകർക്ക് ആശങ്ക. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോക പ്രീ ക്വാർട്ടറിൽ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായിട്ടുള്ള മൊറോക്കോയും കാനഡയും തമ്മിലാണ്. പ്രീ ക്വാർട്ടറിലേക്ക് ആദ്യമായി യോഗ്യത നേടിയ കാനഡയ്ക്ക് കടുത്ത വെല്ലുവിളിയാകും മൊറോക്കോ. മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്നുണ്ട് മൊറോക്കോ. ഹൂസ്റ്റണിൽ രാത്രി 10:30 മത്സരം. ലോകകപ്പ് അങ്ങനെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പോയ റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഗിഫ്റ്റി ഗ്രേഷ്യസ് ഫുട്ബോൾ താരം നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഗിഫ്റ്റി, സ്വാഗതം ഫുഡ് ഗോളത്തിലേക്ക്. ആദ്യം ഞാൻ കഴിഞ്ഞ മത്സരത്തിന്റെ റൗണ്ടിന്റെ ഒരു കാര്യം ചോദിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ട് ജേഴ്സിയിലാണല്ലോ. എന്താണെങ്കിലും ഏറ്റവും ബെസ്റ്റായി നിന്ന ടീം, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ടീം എന്ന് ഗിഫ്റ്റി കരുതുന്നത് ഏത് ടീമാണ്? ഇന്നലെ തന്നെ മാച്ച് നോക്കിയത് അവരുടെ ഒരു ബെസ്റ്റ് ടീമായിട്ട് ഞാൻ കരുതും ഈ ടൂർണമെന്റിൽ തന്നെ. അവർ ആകെ ഒരു തോൽവി വഴങ്ങിയത് അർജന്റീനയോട് മാത്രമാണ്. അവരെ മൊത്തമുള്ള പെർഫോമൻസ് നോക്കിയാൽ വേൾഡ് ചാമ്പ്യന്മാരെ സ്പെയിനെ തോപ്പിച്ചു, അത് സമനില, അതുപോലെ തന്നെ ഉറുഗ്വേയായിട്ട് സമനില. അപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ ഒരു അട്ടിമറി നടത്തേണ്ട ഒരു ടീമായിരുന്നു. പക്ഷെ നിർഭാഗ്യമാണ്, ഫുട്ബോളാണ്, എന്ത് സംഭവിക്കുക. അപ്പൊ അങ്ങനെയാണ് അവർ തോറ്റ് പുറത്തു പോകുന്നത്. ഒരു അടുത്ത വേൾഡ് കപ്പിലോട്ട് എല്ലാ ടീമിനും ഒരു പേടി സ്വപ്നമായിരിക്കാം. എന്തുകൊണ്ട് ഫ്രാൻസിന് പറഞ്ഞില്ല ഗിഫ്റ്റി? ഫ്രാൻസ് ഒക്കെ സ്ഥിരമായിട്ടൊരു വരുന്ന ടീമുകളാണ്. അപ്പോ ഇതൊരു ചെറിയ രാജ്യം ഇത്രയും വന്ന് സൃഷ്ടിക്കണമെങ്കിൽ ഒരു വലിയ പേരായിട്ട പ്ലേയേഴ്സുകളില്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ടീമുകളാണ്. ഇത്രയും വലിയ ലോകത്തിലെ നമ്പർ 1 ടീമാണ് അർജന്റീന. അർജന്റീനയിൽ തന്നെ വന്ന് ഇത്രയും പിടിക്കണമെങ്കിൽ അവർക്ക് അത്രമാത്രം ഒരു ഡെഡിക്കേഷൻ ആൾക്കാർക്കും ഇല്ലാണ്ട് ഒരിക്കലും സാധിക്കില്ല. ഫ്രാൻസിന് നോക്കിയാൽ ഇപ്പോ ലോകത്തിൽ തന്നെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. കെയ്ലിൻ എംബാപ്പെ ഉണ്ട്, ഇഷ്ടം പോലെ കളിക്കാരുണ്ട്. ഡെംബലെ, അതുപോലെ തന്നെ ഒലീസിയോ, അങ്ങനെ ഇഷ്ടം പോലെ പേര് കേട്ട പ്ലേയേഴ്സ് ആണ് ഫ്രാൻസിലൊക്കെ ഉള്ളത്. അപ്പോ അവരെ സംബന്ധിച്ചപ്പോ എല്ലാ വർഷങ്ങളിലും അവരിങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു ടീമുകൾക്ക്, ഒരു വലിയ ടീമുകളുടെ അടുത്ത് ഇത്രയും പിടിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ അവർ കുറച്ചും കൂടി നന്നായി വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. റൈറ്റ്, നമ്മൾ ഇനി നേരെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് തന്നെ പോകാം. ഗിഫ്റ്റി പറഞ്ഞതുപോലെ ഫ്രാൻസിൽ തന്നെ തുടങ്ങുകയാണ് ഫ്രാൻസ് പരാഗ്വേ മത്സരം. അതിനു മുമ്പ് മൊറോക്കോ പോരാട്ടമുണ്ട് കാനഡയ്ക്കെതിരെ. എങ്കിൽ പോലും ഫ്രാൻസ് മത്സരമാണല്ലോ നമ്മൾ ഇന്ന് ഉറ്റുനോക്കുന്നത്. ഈ വലിയ ചൂട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദിദിയർ ദെഷാംസ് പറയുന്നത് അത് പാരഗ്വേക്കും അതേ എഫക്റ്റ് തന്നെ ഉണ്ടാക്കും. ഈ കാലാവസ്ഥാ സാഹചര്യം
100 ഫാരൻഹീറ്റ് വരെയൊക്കെ അത് ഉയരുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അപ്പോൾ എന്താണെങ്കിലും ചൂടിന് അപ്പുറത്തേക്ക് ഒരു മത്സര ചൂടുണ്ട് ഫ്രാൻസ് പാരഗ്വേ പോരാട്ടത്തിൽ. ഇതുവരെയുള്ള ഫ്രാൻസിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പാരഗ്വേ അത്ര വലിയ എതിരാളിയാകുമെന്ന് കരുതാൻ കഴിയുമോ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുത്തരായി ജർമ്മനിയെ തോപ്പിച്ചിട്ടാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജർമ്മനിയെ അട്ടിമറിക്കും എന്നുള്ളത്. അപ്പൊ ആ ജർമ്മനി ഈ വേൾഡ് കപ്പിൽ തുടക്കം തന്നെ 7 ഗോളുകൾ അടിച്ചാണ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ജർമ്മനി നല്ല ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് റൗണ്ട് ഓഫ് 32 ഒരു അട്ടിമറി വിജയം പരാഗ്വേ നേടുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. ഏത് ടീമും ഏത് വലിയ ടീമിനെ അടിക്കാൻ കഴിയും. ഇപ്പൊ അങ്ങനെയാണ്, ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല ഫുട്ബോൾ, ഈ ഒരു വേൾഡ് കപ്പ് പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസ് നല്ല ടീമാണ്, എംബാപ്പെ ഫോമാണ്, അതുപോലെ തന്നെ ഡെമ്പലെ ഫോമാണ്. ഇറങ്ങുന്നവർ ആരായാലും ബാർക്കോള ആണെങ്കിലും ഒലീസി ആണെങ്കിലും അവർ പേരുകേട്ട നേരെ എല്ലാവരും നല്ല ഫോമിലാണ്. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ അത്ര എളുപ്പമാവില്ല ഒരിക്കലും. ഇപ്പൊ ഓരോ മത്സരങ്ങളും നല്ല ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് നോക്കൌട്ടിലെത്തുന്ന ഏത് ടീമും മറ്റൊരു സംഘത്തെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഗിഫ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഫ്രാൻസിന്റെ സംഘത്തിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തൊരു വളരെ ക്ലിനിക്കലാണ് അവർ ഇതുവരെയുള്ള പോരാട്ടം നോക്കുമ്പോൾ. ഇപ്പോൾ അർജന്റീന കേപ്പ് വെർഡെക്കെതിരെ ഒന്ന് വിയർത്തു. ബ്രസീൽ ആദ്യ മത്സരങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട് ഭേദമായിട്ട് രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഫ്രാൻസ് ആദ്യ മത്സരം മുതൽ തന്നെ ഏറെക്കുറെ ഒരു കമ്പോസ്ഡ് കാമായി തന്നെ നീങ്ങുന്ന ഒരു സംഘമല്ലേ? അവർക്ക് അത്രമാത്രം തലവേദനകളുണ്ടോ ഈ ടൂർണമെന്റിൽ? ഇല്ല, ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച ടീമിലൊന്നാണ് ഫ്രാൻസ്. കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമാണ്. അപ്പോൾ അവരുടെ പ്ലേയേഴ്സ് വെച്ചിട്ട് നമ്മൾ ടീമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു വലിയൊരു വെല്ലുവിളി ആവില്ല. പക്ഷെ ഇപ്പോഴത്തെ കളികൾ പോകുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്രാൻസിൽ ഇപ്പോൾ നോക്കിയാൽ മതി, എംബാപ്പെ 6 ഗോളായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഡെമ്പലെ 4 ഗോൾ അടിച്ചു. ഇപ്പോൾ ഒലീസി ആണെങ്കിൽ 5 അസിസ്റ്റ് ആയിട്ടാണ് ടീമിന്റെ ഒരു മിഡ്ഫീൽഡ് മജീഷ്യൻ പോലെയാണ് നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഇറങ്ങുന്നവരാണെങ്കിലും ബർക്കോള ആണെങ്കിലും 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ആര് വന്നാലും അവർക്ക് വളരെയധികം ഡേഞ്ചർ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. എപ്പോ വേണമെങ്കിൽ കളി ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സ് ആണ് ഈ ഫ്രാൻസ് നിരയിലുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ പരാഗ്വേ അത്ര വലിയ ടീമല്ല, ഒരു ആവറേജ് പ്ലേയേഴ്സ് കൊണ്ടാണ് കളിക്കുന്നത്. പക്ഷെ അവര് ആ കളി മുഴുവനായിട്ട് ഒരേ സ്പിരിറ്റിലാണ് കളിക്കുന്നത്, ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറുകളാണ്. ഓക്കെ, അതാണ് എന്നാലും അപ്പോൾ ഒരു ഫ്രാൻസിന് നേരിയ എഡ്ജ് നൽകുന്നു ഗിഫ്റ്റി ലാസ്റ്റ് അതൊരു എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എന്താണ് കരുതുന്നത്? സ്കോർ കാർഡ് 90 മിനിറ്റിൽ തന്നെ ഒരു ഡിസിസീവ് ആകുമോ, അല്ലെങ്കിൽ ഫൈനൽ ജേതാവ് ഇന്ന ആളെന്ന് 90-ാം മിനിറ്റിൽ അവർക്ക് അറിയാൻ കഴിയുമോ? കളി എന്തായാലും 90 മിനിറ്റ് തീരുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഫ്രാൻസിന് എളുപ്പത്തിൽ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഫ്രാൻസിനെ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോ ഏറ്റവും മികച്ച ടീമിനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക, എന്തായാലും അവർ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുള്ളൂ. അപ്പൊ ഫ്രാൻസ് തന്നെ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസിന്റെ അത്രയും അറ്റാക്കിംഗ് നിര അറിയാലോ, എത്രമാത്രം ഡേഞ്ചർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേൾഡ് കപ്പിൽ. അപ്പോ എന്തായാലും ഫ്രാൻസ് ജയിക്കാനാണ് സാധ്യത. പക്ഷെ അത്ര ഈസി ആവില്ല. ഇപ്പോ ഇന്നലെ തന്നെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അർജന്റീന ഇത്രയും ബുദ്ധിമുട്ടിലോട്ട് എത്തുമെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ മത്സരം ആ കളി തുടങ്ങി കഴിഞ്ഞ പിന്നെയാണ് ഗോൾ വന്നതിന് ശേഷമാണ് കളി മൊത്തം ചേഞ്ച് ആയി. ഒരു 1-1 ആയതിനു ശേഷം മൊത്തം കളി കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലോട്ട് മാറി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. ഇത് നമ്മളെ ഒരു ഫുട്ബോൾ വിലയിരുത്തുന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്ര പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷെ ഒരു ടീമായിട്ട് കളിക്കുന്നത് ഒരു വേറെ രീതിയിലോട്ടാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ എന്തായാലും ഗിഫ്റ്റി പറഞ്ഞതിലേക്ക് തന്നെ പോവുകയാണ്. അർജന്റീന കേപ്പ് വെർഡെ അല്ലെങ്കിൽ കാബോ വെർഡെ മത്സരത്തിലേക്ക് സാമാന്യമായിരുന്നു കേപ്പ് വെർഡെയുടെ പ്രകടനം. ഏറെക്കുറെ അത് തോറ്റുവെങ്കിൽ പോലും ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കിയാണ് കേപ്പ് വെർഡെ മടങ്ങിയത്. അർജന്റീന ആരാധകർ പോലും മറ്റൊരു ടീമായിരുന്നെങ്കിൽ കേപ്പ് വെർഡെ ടൂർണമെന്റിൽ തുടരണമായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. കാരണം അത്രമാത്രം അവർ ഇഷ്ടം നേടി, ഇഷ്ടം സമ്പാദിച്ചാണ് അവർ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. 40-കാരൻ അമരത്ത് നിൽക്കുന്ന ഒരു സംഘം, ലോകകപ്പിൽ ആദ്യമായി എത്തിയ ഒരു ടീം, അവർ ഇങ്ങനെ മുന്നിലേക്ക് കയറിപ്പോകുമെന്ന് ആര് വിചാരിച്ചു, ആര് കരുതി? ഗിഫ്റ്റി, ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂമെന്റ് ഏതായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റ് അവരുടെ ഒരു രണ്ടാമത്തെ ഗോൾ ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അർജന്റീന 2-1 നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം എക്സ്ട്രാ ടൈമിലാണ്, ഇഞ്ചുറി ടൈമിലാണ്, നമ്മൾ ഏകദേശം ജയം ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് അവരുടെ രണ്ടാമത്തെ ഗോൾ വരുന്നത്. അതൊരിക്കലും മാർട്ടിനസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഗോൾ. അതിനുശേഷം നല്ല അറ്റാക്കുകളാണ് അവർ ചെയ്തത്. അതാണ് എനിക്കൊരു ആ കളിയിലെ ഒരു ടേണിംഗ് പോയിന്റ്. 2-2 നിൽക്കുന്ന ഒരു മത്സരം. പിന്നെ അതിനുശേഷം ഒരു എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കൂടി ഉള്ളൂ. അതൊരു ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഓരോ അർജന്റീന ആരാധകർക്കും അറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ട് ആയിട്ടുണ്ടെന്ന്. ഈ അർജന്റീനയുടെ ചില കാര്യങ്ങൾ കൂടി എക്സ്പോസ് ചെയ്തല്ലേ കേപ്പ് മടങ്ങുന്നത്. കാരണം
അർജന്റീനയുടെ വിങ്ങർമാർ വിങ്ങിലൂടെയുള്ള ക്രോസുകൾ വരുന്നില്ല, ഡിഫൻസിൽ ചില പ്രശ്നങ്ങൾ. ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു വിങ്ങിലൂടെയുള്ള അറ്റാക്കുകൾ, ക്രോസുകൾ സെൻറ്ററിലേക്ക് ലയണൽ മെസ്സിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ ലൗതാറൊക്കെ കിട്ടുന്നില്ല. അത് തന്നെയല്ലേ അർജന്റീന നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം ഇനിയുള്ള പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ? അതിപ്പോ മത്സരം ഇപ്പോ നടന്നുകൊണ്ട് ഓരോ മത്സരങ്ങൾ ഓരോ രീതിയിലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മത്സരം കൊണ്ട് ഒരിക്കലും ഒരു ടീമിനെ വിലയിരുത്തി പറ്റൂല. ഇന്നിപ്പോ ഇച്ചിരി മോശമായാലും പക്ഷെ നാളെ ചിലപ്പോൾ അവർ വേറെ രീതിയിലായി കളിക്കുക. ഓരോ ദിവസം ഓരോ പ്ലേയേഴ്സിന്റെ ആണ്. അപ്പൊ കൂടുതൽ നമ്മുടെ കളി എന്ന് പറഞ്ഞാൽ മെസ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്, മെസ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അർജന്റീന മുഴുവൻ കളിയും പോകുന്നത്. അപ്പോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിങ്ങിലൂടെയുള്ള കളികൾ കുറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ മെസ്സിനെ ഫോക്കസ് ചെയ്താണ്. മെസ്സി എവിടെ ഉണ്ടോ അവർക്ക് മെസ്സിക്ക് ബോൾ എത്തിക്കാനാണ് മാക്സിമം നോക്കുന്നില്ലാവരും. പിന്നെ മെസ്സിയാണ് അതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെസ്സി പോലും ഇന്ന് കഴിഞ്ഞ മത്സരങ്ങളിനേക്കാൾ വ്യത്യസ്തമായി ഒരുപാട് പിന്നിലേക്ക് ഇറങ്ങി സ്വയം പന്തെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും. അപ്പൊ കളി അധികം മുന്നോട്ട് പോവാത്ത ചില സിറ്റുവേഷനുകൾ വന്നു. കളി നമുക്ക് മുന്നോട്ട് എത്തുന്നില്ല. കളി ആ ബാക്കിൽ തന്നെ നിൽക്കുന്ന കുറെ സമയങ്ങൾ വന്നായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് മെസ്സിനെ താഴ്ത്ത് വന്ന് സ്വന്തമായിട്ട് ട്രിപ്പിൾ ചെയ്ത് പോയി ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അർജന്റീനയുടെ ബാക്കി പ്ലേയേഴ്സ് ഒന്നും അത്ര ഫോമിലോട്ട് മുഴുവനായിട്ട് വന്നിട്ടില്ല. ഇപ്പോ ഈ വേൾഡ് കപ്പില് ഇപ്പൊ മെസ്സി ആണ് ഇപ്പോ അവരുടെ ഒരു നമ്മുടെ ടീമിന്റെ ഒരു എഞ്ചിൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ 7 ഗോളോടെ മെസ്സി മാത്രമേ 2 പേരെ കണ്ട ഗോൾ അടിച്ചിട്ടുള്ളൂ. 3 പേര്, മൊത്തം 3 പേരാണ് ഗോൾ അടിച്ചിട്ടുള്ളൂ അർജന്റീനയ്ക്ക് വേണ്ടി. മെസ്സിയാണ് ഏറ്റവും കൂടുതൽ അടിച്ചത്. പിന്നെ മാർട്ടീനസും ഒരാൾ കൂടിയാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഗോൾ സ്കോർ സാധാരണ ജൂലിയൻ അൽവാരസ് അടിക്കും, അല്ലെങ്കിൽ ലൗട്ടാരോ മാർട്ടിനസ് അടിക്കും. അപ്പൊ അങ്ങനെ സ്കോറർമാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ വർഷം പതിവിനെ വളരെ കുറവാണ്. അപ്പൊ അതും ഒരു പ്രശ്നമാണ് മുന്നോട്ടുള്ള ഇതിലോട്ട്. മെസ്സിയെ കേന്ദ്രീകരിച്ചാണ് അർജന്റീനയുടെ ഓരോ നീക്കങ്ങളും എന്നുള്ളത്. എന്നാലും ഗിഫ്റ്റി, താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മൾ മറ്റു ചില ലോക വിശേഷങ്ങളിലേക്ക് കൂടി പോവുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ് ഫുട്ബോളം എന്നാലും വീണ്ടും പല ദിവസങ്ങളും ഗിഫ്റ്റി നമ്മോടൊപ്പം ചേരും ലോകകപ്പിൻ്റെ വിലയിരുത്തലുകളുമായി. ഇനി കാൻസാസ് സിറ്റിയിൽ താപനില 90 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലാണ്. അതായത് ഈ കൊളംബിയ ഘാന മത്സരം കാണാനെത്തിയ ആരാധകർക്ക് കടുത്ത ചൂടായിരുന്നു. അപ്പോൾ ആ ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ ഒരു ഫയർ എഞ്ചിനെ ആശ്രയിക്കുന്ന ആരാധകർ രസകരമായിട്ടുള്ള ദൃശ്യമായിരുന്നു. മത്സരത്തിലെ ആരാധകർക്ക് ഈ ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം ചീറ്റി നൽകുകയായിരുന്നു. അവരതിൽ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നത് സന്തോഷത്തോടെ ആഘോഷിക്കുന്നതും കാണാമായിരുന്നു. അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വലിയ ഉഷ്ണതരംഗം നേരിടുന്നു, വെന്തുരുകുകയാണ്. ആരാധകർക്ക്, കളിക്കളത്തിലെ താരങ്ങൾക്കൊക്കെ ആ പ്രശ്നം നേരിടുന്നുണ്ട്. ഇനി ക്രൊയേഷ്യക്കെതിരായിട്ടുള്ള നാടകീയ ജയത്തിന് ശേഷം ടൊറന്റോയിലെ ടീം ഹോട്ടലിന് പുറത്ത് തടിച്ചുകൂടിയ ആരാധകരെ അഭിസംബോധന ചെയ്ത പോർച്ചുഗൽ ടീം അംഗങ്ങൾ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ ഹോട്ടലിന്റെ ബാൽക്കണിയിലെത്തിയ ടീം അംഗങ്ങൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തി. സ്പെയിനിനെതിരെയാണ് ഇനി പോർച്ചുഗൽ പ്രീ ക്വാർട്ടർ പോരിനായി തയ്യാറെടുക്കുന്നത്. ലോക ഫുട്ബോളിന്റെ ആവേശത്തിനിടയിൽ സിയാറ്റിലെ ഫാൻ സോണുകളെ ഇളക്കി മറിക്കുന്ന ഒരു ബാൻഡ് സംഘമുണ്ട്. സൗണ്ട് വേവ് ബാൻഡ് എന്നാണ് ഈ സംഘത്തിന്റെ പേര്. അവർ സ്റ്റേഡിയത്തിൽ എത്തുന്നവരുടെ മനം കവരുകയാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് മുന്നിൽ സിയാറ്റിലിന്റെ സോക്കർ സംസ്കാരം പരിചയപ്പെടുത്താൻ കഴിയുന്നു. ആ സന്തോഷമുണ്ട് ആ ബാൻഡ് ടീമിന്. സിയാറ്റിൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ ഫുട്ബോൾ ആരാധകരെ വരവേറ്റത് ഡ്രമിന്റെയും സാക്സോഫോണിന്റെയും ക്ലാർനെറ്റിന്റെയും ഇമ്പമാണ്. അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ടീമായ സിയാറ്റിൽ സൗണ്ടേഴ്സിന്റെ ഔദ്യോഗിക മ്യൂസിക് ബാൻഡാണ് സൗണ്ട് വേവ്.
ലോകകപ്പിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണെന്ന് ബാൻഡ് ഡയറക്ടർ സ്കൈലർ ജോൺസൺ. I've ever experienced. It's absolutely incredible to be here in Seattle Stadium for these match days, to be part of getting these fans excited, to be here to give them a taste of what it's like to go to a soccer game in Seattle, bringing what we do at the MLS games for the Sounders to a world stage is an incredible experience for us. മേജർ ലീഗ് സോക്കർ മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്താൻ ഇവരുണ്ടാകും. പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആരാധകർക്ക് മുന്നിൽ തങ്ങളുടെ ബാൻഡ് മേളം അവതരിപ്പിക്കുന്നതിന്റെ ആവേശമുണ്ട് സൗണ്ട് വേവ് സംഘത്തിന്. One of the things that really brings our musicians in is passion for being able to play. There's not a whole lot of places you can play athletic band, pep band type stuff at a sporting event. മുഴുവൻ സമയ സംഗീതജ്ഞരല്ല ഈ ബാൻഡ് ടീമിലെ അംഗങ്ങൾ. സിയാറ്റിൽ സൗണ്ടേഴ്സ് ക്ലബിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ബാൻഡിലെ അംഗങ്ങൾക്കെല്ലാം വേറെ ജോലിയുണ്ട്. എഞ്ചിനീയർമാർ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, നിയമവിദഗ്ധർ എന്നിങ്ങനെയെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. 2009 പ്രശസ്ത നടനും കൊമേഡിയനുമായ ഡ്രൂ കാരെ സിയാറ്റിൽ സൗണ്ടേഴ്സ് ക്ലബിന്റെ സഹ ഉടമയായപ്പോഴാണ് ആരാധകരെ ആവേശം കൊള്ളിക്കാൻ ഇത്തരം ഒരു പ്രൊഫഷണൽ ബാൻഡ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സ്വന്തം ടീമിന്റെ ആരാധകർക്ക് വേണ്ടി മാത്രമല്ല, എതിരാളികളുടെ ആരാധകർക്ക് കൂടി വേണ്ടിയാണ് ഈ ബാൻഡ്. സിയാറ്റലിന്റെ സംഗീത പാരമ്പര്യം ആഗോളതലത്തിലേക്ക് എത്തിക്കുകയാണ് ഈ കലാകാരന്മാർ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഈ പെൻസിൽവാനിയയിലെ ഹെർഷി നഗരം അത് പ്രശസ്തമാണ് ചോക്ലേറ്റുകളുടെ നഗരം എന്നുള്ള പേരിൽ. ഹെർഷീസ് ചോക്ലേറ്റ് എന്നൊരു പ്രമുഖ ബ്രാൻഡ് ഒരുപക്ഷെ പലരും കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ മറ്റൊരു പെരുമ കൂടിയുണ്ട് ആ നഗരത്തിന്. മറ്റൊന്നുമല്ല, അമേരിക്കൻ ടീമിലെ സൂപ്പർ താരം ക്രിസ്റ്റ്യൻ പുലിസിച്ചിന്റെ ജന്മനാടായതുകൊണ്ട് തന്നെ ഹെർഷി അത്തരത്തിലും പ്രസിദ്ധമാവുകയാണ്. പെൻസിൽവേനിയയിലെ ഹെർഷി നഗരം ഇപ്പോൾ ലോകകപ്പ് ആവേശത്തിലാണ്. മുൻപ് ചോക്ലേറ്റ് ഫാക്ടറിയുടെയും തീം പാർക്കിന്റെയും പേരിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഈ നഗരത്തിലെ ജനങ്ങൾക്ക് ഇന്ന് പുലിസിച്ച് ഒരു വികാരമാണ്. ലോകകപ്പിൽ അമേരിക്കൻ ടീം മത്സരിക്കുമ്പോൾ നാടൊന്നാകെ ഈ യുവതാരത്തിന് പിന്നിൽ അണിനിരക്കുന്നു. സ്വന്തം നാട്ടുകാരനായ ക്രിസ്റ്റ്യൻ പുലിസിച്ച് ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിയത് കാണുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് ഹെർഷിയിലുള്ളവർ പറയുന്നു. We knew Hershey for, and then lo and behold, Christian Pulisic comes from Hershey. He becomes a hometown hero to that town, and so it's been fun to see two neighboring towns like this both benefit from a guy like Christian Pulisic going on to really ascend to the highest levels of soccer in the world. തന്റെ വിജയത്തിന് പിന്നിൽ ഹെർഷിയിലെ പരിശീലന കാലമാണെന്ന് പുലിസിച്ച് പലവട്ടം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ മൈതാനങ്ങളിൽ പന്ത് തട്ടി വളരുന്ന കുട്ടികൾക്ക് പുലിസിച്ചിന്റെ കഥ ഒരു പാഠപുസ്തകമാണ്. പുലിസിച്ചിന്റെ ജീവിതം വലിയ പ്രചോദനമാണെന്ന് ഹെർഷിയിൽ നിന്നുള്ള യുവതാരം ലിയാം ഗുസ്താഫ്സൺ പറയുന്നു. Amazing to see that someone who came from the same environment as us make it to the big leagues. So it's just really, it's really inspiring to see someone who paved the way that we can, like us kids, we can go do that someday. കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ലോകോത്തര താരങ്ങൾ പിറക്കുമെന്ന് ക്രിസ്റ്റ്യൻ പുലിസിച്ചിന്റെ ജീവിതം തെളിയിക്കുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. You think champions made in the arena? We rise from the streets, remember champions.
ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ കേപ്പ് വെർഡേക്കെതിരെ അർജന്റീന തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് അർജന്റീന ആരാധകർ തന്നെ പറയുന്നു. ഈ ടീമിനെതിരെ കളിച്ചുള്ള മുൻപരിചയമില്ലാത്ത കാര്യം അർജന്റീനയ്ക്ക് തടസ്സമായി എന്നാണ് പ്രശസ്ത കളി വിലയിരുത്തുകാരനായിട്ടുള്ള സുബൈർ വാഴക്കാട് പറയുന്നത്. ബ്രസീലും പോർച്ചുഗലും സെമിയിൽ എത്തില്ല എന്നും ലോകകപ്പ് അർജന്റീന തന്നെ നിലനിർത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വാഴക്കാട്ടെ ഫുട്ബോൾ ആരാധകരും ന്യൂസ് 18 ചേർന്നു. ലോകകപ്പ് ഫുട്ബോള് അതിൻ്റെ ആവേശപ്പോരിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ആവേശവും ആഘോഷവും ഒക്കെ നമ്മൾ മലപ്പുറത്താണ് നടക്കുന്നത്. നമ്മളുള്ളത് വാഴക്കാടാണ്. വാഴക്കാട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും എത്തുന്നത് പല പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേര് നമ്മുടെ സുബൈർ ഖാൻ്റെ തന്നെയാണ്. സുബൈർ ഖാൻ അർജന്റീനയുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അംബാസിഡറാണ്. അതോടൊപ്പം തന്നെ യൂസുഫ് അല്ലേ മുസുകുട്ടിയൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പഴയ കാലത്ത് ഒരു ഫുട്ബോൾ ആരാധകനാണ്. കളി വിലയിരുത്തലായിരുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റ് ടീമുകളുടെയൊക്കെ ഫുട്ബോൾ ആരാധകരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്നലത്തെ കളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. സുബൈർ ഖാൻ, എങ്ങനെയാണ് അർജന്റീനയുടെ ജയം? ഇന്നലെ ജയം നടന്നു. നൂൽപ്പാലത്തിൽ രക്ഷപ്പെടുന്നത് ആഫ്രിക്കയിൽ നിന്ന് പിന്നെ ഖബർദാറിന് ആഫ്രിക്കൻ രാജ്യമായിട്ട് അർജന്റീന പോലായിട്ട് അന്താരാഷ്ട്ര മത്സരം വല്ലാതെ കളിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ ടീമായാലും ബ്രസീലായാലും ബ്രിട്ടനായാലും അവിടെ പോർച്ചുഗൽ അർജന്റീന ഒരുപാട് അന്താരാഷ്ട്ര മത്സരം കളിച്ചിരുന്നു. അവിടെ ബുബിസ്റ്റാൻ എന്ന് പറഞ്ഞ പോലെ ഇതിലെ ഖബർദാറിൻ്റെ കോച്ച്. അപ്പോൾ ഈ ആഫ്രിക്കൻ ടീം ഇപ്പോൾ സ്പെയിനെ തളച്ച് വരികയാണ്. അപ്പോൾ കടുത്ത പോരാട്ടം, യഥാർത്ഥ ഒരു ഫോമിലല്ല ഇന്നലെ അർജന്റീന. ഡിഫൻസ് കുറച്ച് പാളിന്, അവിടെ മെസ്സി മാത്രം ഗോളുണ്ട്. അവിടെ പിന്നെ മാർട്ടിനസും ജൂനിയർ ആൽവാരസും ഫോമിലല്ല. അതുകൊണ്ട് ഇന്നലെ കടുത്ത പോരാട്ടം. ഒരു നൂൽപ്പാലത്തിന് മൂസുട്ടിയാക്കി ഇന്ത്യ ഭാഗ്യം കൂടിയല്ലേ പറയാം, രക്ഷപ്പെട്ടതാണ്. മൂന്നാമത്തെ ഗോൾ ശരിക്കും ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ? അത് തീർച്ചയായിട്ടും ടൈം ബേക്കറിൽ പോയാൽ പോലും പക്ഷേ അർജന്റീന കീഴടക്കാൻ സാധ്യതയുണ്ട്. എമിലിയാനോ മാർട്ടിനസും ഒസീഞ്ഞ് ഫോമിലാണ്. പക്ഷേ അർജന്റീന കിക്ക് പുറത്തേക്ക് പോയാൽ പോയില്ലേ, മാർട്ടിനസ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സമ്മർദ്ദത്തിലാണ് അർജന്റീന. അതുകൊണ്ട് ടൈം ബേക്കറിൽ പോയ കാര്യം കൈവിടും. മെസ്സിയെ സംബന്ധിച്ച് ടൈ ബ്രേക്കറുള്ള പോരാട്ടം എപ്പോഴും ഒരു സമ്മർദ്ദത്തിന്റെ. അത് മാത്രമല്ല, മെസ്സി മാത്രമല്ല, അർജന്റീന കളിക്കാരെ മൊത്തം തന്നെ സമ്മർദ്ദത്തിലാണ്. അപ്പൊ മാർട്ടിനസ് തടുത്താലും കളിക്കാരെ അടിപ്പിന് ബൊസീന്റെ വസാദിയ ഫോമിലാണ് പിന്നെ കേബർത്തന്റെ. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇതൊരു പഴയ കേബർത്തുമായിട്ട് അന്താരാഷ്ട്ര മത്സരം വളരെ കുറവാണ് കളിച്ചേ. ഇനിയിപ്പോ ഈജിപ്തുമായിട്ട് മരിക്കണേ, പിന്നെ കളിക്കണേ ബ്രസീൽ ബ്രിട്ടൻ സെമിയിൽ. ആ ഓലും ഈ അർജന്റീന അന്താരാഷ്ട്ര മത്സരം കളിച്ച പരിചയ സമ്പത്തുണ്ട്. അപ്പോൾ എതിരാളികളെ പ്രശ്നമില്ല. ഇന്നലെ ഒരു തമ്മിൽ ഏറ്റവും കാരണം പുറത്തേക്ക് പോണ കളിയെ കളിച്ച് മെസ്സി ഡിഫൻസ് കുറച്ച് പാളി. അവിടെ പിന്നെ ലേണസ് കലോടി തന്ത്രസാരിയാണ്. ഇന്നലെ ചെറിയൊരു വാളിച്ചു. ഈ കളി ജയിച്ചതോടെ വേറെ ഭീഷണികളൊന്നും ഒരു ഭീഷണിയില്ല. എന്നാലും ജയിക്കുന്ന എന്റെ അഭിപ്രായം. നല്ല അഭിപ്രായം. വിറച്ചിട്ടാ ജയിച്ച് കളി ലേസർ പാട്ട്. ബ്രസീലിന്റെ കളിയൊക്കെ എങ്ങനെയാണ്? ബ്രസീലിന്റെ കളി ബ്രസീലൊന്നും എത്തൂല. പോർച്ചുഗലിന് സാധ്യത. പോർച്ചുഗലിന് പറഞ്ഞ ടീമിൽ സെറ്റില്ലല്ലോ. അവിടെ റൊണാൾഡോക്ക് ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ലോക കിരീടം നേടിയില്ല. അവിടെ ഓല കോച്ച് പിന്നെ റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ ബെൽജിയത്തിലെ കോച്ചാണ്. അതേമാതിരി പിന്നെ പോർച്ചുഗൽ അർജന്റീനയും ബ്രസീലും സെമിയിലും വിട്ടാണെങ്കിൽ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാവില്ല.
അർജന്റീനയുടെ ആരാധകരാണ് കേരളത്തിൽ ഉടനീളമുള്ളത്. ഇന്ന് രാവിലത്തെ കളി എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തിൻ്റെ ഒരു കുന്തമുനലാണ്. അവസാന ശ്വാസം വരെ അർജന്റീന ആരാധകർ ശ്വാസം അടക്കി നിൽക്കുകയായിരുന്നു. ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അർജന്റീനയുടെ ആരാധകർ അല്ലാത്തവരൊക്കെ പറയുന്നത് അർജന്റീന തോറ്റാൽ പിന്നെ വേൾഡ് കപ്പിൽ ആവേശമില്ല, പ്രത്യേകിച്ച് മലബാറിലെ ആവേശമില്ല. അതുകൊണ്ട് അർജന്റീനക്കെതിരായ ആരാധകർ ആ വിജയത്തെ ആഘോഷിക്കാനുണ്ടായത്. ഇന്നലത്തെ കളിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അടുത്ത കളിയിൽ ഇനി ഫോമിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കളിയാണ് അർജന്റീന കളിച്ചത്. പക്ഷേ ബ്രസീൽ കപ്പ് നേടുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബ്രസീലിടും, പക്ഷെ ഫ്രാൻസിന് മുമ്പിൽ പടാക്കാലും പ്രാർത്ഥിച്ചോട്ടെ. അർജന്റീനയും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. ഫൈനലല്ലേ, എല്ലാവരും ഫൈനൽ തന്നെ മുട്ടണേ, എല്ലാവരും ഫൈനലിൽ തന്നെയാണ് മുട്ടണേ. ആ ഫൈനലിൽ മുട്ടാൻ അർജന്റീനയും ഞങ്ങൾ വളരെ സന്തോഷമാണ്. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക്, പഞ്ചായത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മത്സരം വലിയ സ്ക്രീനിൽ വീക്ഷിക്കാൻ ഉതകുന്ന ഒരു ഫാൻ സോൺ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നാനാ ഭാഗത്തു നിന്നും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അർജന്റീന ആരാധകരുടെ ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ നിരാശരാക്കാത്ത അവസാനം സുബൈർ പറയുന്നത് പോലെ ഒരു നൂൽപ്പാലത്തിലാണെങ്കിൽ കൂടി ഒട്ടും ഭംഗി ചോരാത്ത, ആവേശം ചോരാത്ത ഒരു വിജയം അർജന്റീനയ്ക്ക് ഉണ്ടായി. അർജന്റീനയും അതുപോലെ തന്നെ പോർച്ചുഗലും ഇംഗ്ലണ്ടും ഒക്കെ യഥാർത്ഥത്തിൽ ഈ നോക്കൗട്ട് റൗണ്ടിൽ വലിയ ഒരു സമ്മർദ്ദങ്ങൾ താണ്ടിയാണ് വിജയം നേടിയിട്ടുള്ളത്. അവരൊക്കെ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങളെ ഫാൻസ് സോണും അടച്ചു പൂട്ടേണ്ടി പോയിരുന്നു. ആവേശം മൊത്തം പോയല്ലേ. അർജന്റീന പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കളി തിരിച്ചു പിടിച്ചു. കഴിച്ചിലാവും. കപ്പ് ഇപ്പോഴത്തെ സാധ്യത ഫ്രാൻസിനാണ് മുൻതൂക്കം കാണുന്നത്. അല്ല, അർജന്റീന. ബ്രസീൽ ഒരിക്കലും കപ്പുണ്ടാവില്ല. അർജന്റീന തന്നെ കപ്പുണ്ടാവില്ല. ഇന്നിപ്പോ വിറച്ചല്ലേ ജയിച്ച്. കൊറേ പ്രശ്നങ്ങൾ കണ്ടില്ലേ. നമ്മളിനി ജയിക്കും. ഇനി കുഴപ്പമുണ്ടാവില്ല അല്ലേ. അർജന്റീനയാണ്, അർജന്റീന കട്ട ഫാനാണ് അല്ലേ. ഇപ്പോഴത്തെ റൗണ്ട് ഓഫ് 16 ഏകദേശം മുഴുവൻ വലിയ വലിയ ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും മത്സരം ഭയങ്കര ആവേശത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇംഗ്ലണ്ട് ഫാനാണ്, കുറെ കാലമായിട്ട് ഇംഗ്ലണ്ട് ഫാനാണ്. എല്ലാ നാട്ടിലും ഇംഗ്ലണ്ട് ഫാൻസ് വളരെ കുറവായിരിക്കും, ബാൽക്കാടൊക്കെ തന്നെയാണ്. പക്ഷെ ഉള്ളവർ ഭയങ്കര കട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളാണിപ്പോൾ ഈ ഫാൻ സോണിൽ ഈ പായസം മറ്റും കഴിഞ്ഞ കളിക്ക് ഞങ്ങൾ പായസ വിതരണം നടത്തിയിരുന്നു. കളി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പായസം അത്രയും കോൺഫിഡൻറ്റിലാണ് നമ്മൾ കളി കണ്ടത്. അതൊരു ആവേശമായിട്ടൊരു മത്സരം ആൾക്കാരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ ഇംഗ്ലണ്ട് സാധിച്ചു. അടുത്ത കളി ഇംഗ്ലണ്ട് മെക്സിക്കോനാണ് വരുന്നത്. അത് മെക്സിക്കോനെ തോൽപ്പിച്ച് ഞങ്ങൾ ക്വാർട്ടറിൽ ബ്രസീലായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു പുറപ്പാടിലാണ് ഞങ്ങളുള്ളത്. എന്താണ് പക്ഷേ എല്ലാവരും പറയുന്നത് ഒരു ഒത്തുണക്കത്തോടെ കളിക്കുന്നില്ല. അതെ, ഇംഗ്ലണ്ടിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എന്നും ഒരു അൺലക്കി ടീമാണ്. നിർഭാഗ്യം എന്നുള്ള ഫാക്ട് എപ്പോഴും ഇംഗ്ലണ്ട് ടീമിന് ഉണ്ടാവാറുണ്ട്. പ്ലേയേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും മറ്റു ലീഗിലെയും നല്ല മികച്ച പ്ലേയേഴ്സാണ് ഇംഗ്ലണ്ടിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഒരു ക്ലബ്ബുകൾ തമ്മിലുള്ള കോംപ്ലക്സ് അവരെ പ്ലേയേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ അവർ തമ്മിൽ ഒരു ഒത്തുണക്കത്തോടെ കളിച്ചാൽ ഇംഗ്ലണ്ടിന് എന്തായാലും കപ്പടിക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷ. അർജന്റീനയും ബ്രസീലൊന്നും ഒന്നുമല്ല, അത് പാരമ്പര്യം പറഞ്ഞ് നടക്കുന്ന അർജന്റീനയും ബ്രസീലും അല്ല. ഇപ്പം ഇംഗ്ലണ്ടാണ് ഇപ്പം അത് ട്രെൻഡായി നടക്കുന്നത്. ഇംഗ്ലണ്ട് അടിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷ. അവസാനിപ്പിക്കാം. എങ്ങനെയാണ് സെമി ഫൈനൽ? 66 ഇംഗ്ലണ്ട് ലോക കിരീടം നേടുന്നത്. ഇതുവരെ ഒരു കിരീടം പിന്നെ നേടാൻ കഴിയാത്ത ടീമാണ് ബ്രിട്ടന്. ഭാഗ്യദോഷമുള്ള നല്ല ടീമാണ്, ഭാഗ്യദോഷമുള്ള ടീമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇപ്രാവശ്യം സെമി ഒന്ന് ഫ്രാൻസ് ഉണ്ടാവും. ഞാൻ അർജന്റീനക്കാരനായിട്ട് പറയാനില്ല, അർജന്റീന ഫോമിലേക്ക് എത്തും. അല്ല, ഇന്നത്തെ കളി നോക്കണ്ട, ഒരു തമ്മിൽ പരസ്പരം കളിച്ചാൽ വലിയ ബന്ധമില്ല. അതോട് കുടുക്കിപ്പോയാൽ ഒരു ഒന്നുണ്ടാവും. ഒന്ന് പിന്നെ ബലുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രാൻസ് പറഞ്ഞല്ലോ, അർജന്റീന പറഞ്ഞു, അതുപോലെ ഇംഗ്ലണ്ട്, പിന്നെ കുറഞ്ഞ ഫോമില ബെൽജിയം. അർജന്റീനയുടെ വിജയരാവാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഇംഗ്ലണ്ടുകാരും ബ്രസീലുകാരും തയ്യാറല്ല. നമുക്ക് എന്താണ് കാത്തിരിക്കാം അടുത്ത റൗണ്ടിലേക്ക് ആരൊക്കെ എത്തുമെന്നുള്ളത്. അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കാത്തിരിപ്പിലാണ് എല്ലാവരും. അടുത്ത റൗണ്ടിൽ ആരൊക്കെ മുന്നേറും, ആരൊക്കെ അടർന്നു പോകും എന്നുള്ളതൊക്കെ. എന്നാലും ഫുട്ബോളം ഇപ്പോൾ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ രാവിലെ കാണാം 7:40. നമസ്കാരം.